ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അനന്തരം അവൻ 12 അടുക്കെ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശുവും തൻ്റെ 12 ശിഷ്യന്മാരും യേശുവിൻ്റെ പിതൃ നഗരമായ നസ്രയത്തിൽ വരുന്നു. എന്നാൽ 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. യേശു കർത്താവ് നസ്രയത്തിൽ വന്ന് അവരെ ഉപദേശിക്കുകയും അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർ യേശു കർത്താവിൽ വിശ്വസിച്ചില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി യേശു കർത്താവ് ആശ്ചര്യപ്പെടുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അനന്തരം അവൻ 12 അടുക്ക വിളിച്ചു. നസ്രയത്തിലുള്ള ആളുകളുടെ അവിശ്വാസം നിമിത്തം ആശ്ചര്യപ്പെട്ടു എങ്കിലും അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിക്കുവാനായിട്ട് പുറപ്പെട്ടു പോകുന്നതായി നാം കാണുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ കാര്യത്തെ ഒരു പ്രാക്ടിക്കൽ മിനിസ്ട്രി ആയിട്ടോ ഒരു ഫീൽഡ് വർക്കായിട്ടോ ഇൻറ്റേൺഷിപ്പായിട്ടോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12 അടുക്ക വിളിച്ചിട്ട് അവരെ അയച്ചു. എങ്ങനെയാണ് അയച്ചത്? ഈരണ്ടായി അയച്ചു. അതായത് 2 പേരടങ്ങുന്ന 6 ഗ്രൂപ്പുകളായിട്ടാണ് ഇവരെ അയക്കുന്നത്. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുക്കുന്നതായും നാം 7-ാം വാക്യത്തിൽ വായിക്കുന്നു. 8-ാം വാക്യത്തിൽ നാം കാണുന്നത് there were some instructions for their journey and ministry. എന്താണ് യേശു കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ? 1, വടിയല്ലാതെ വേറൊന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. നമുക്കറിയാം, പാറകളും മുള്ളുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉള്ള വഴികളിൽ വടി എപ്പോഴും ഒരു സപ്പോർട്ടാണ്. വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അതായത് നിങ്ങൾക്ക് വടിയെടുക്കാം, എന്നാൽ അതല്ലാതെ അതിൻ്റെ കൂടെ വേറെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലയിൽ കാശുമരുത്. That shows that they have to trust God completely. They need to trust that God will provide for all their needs. നാം ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ആഹാരം എടുക്കുന്നത്, കാശ് എടുക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുവാനൊക്കെയാണ് നാം കാശ് എടുക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും എടുക്കരുത് എന്നുള്ളതാണ്. That means Jesus Christ wanted his disciples to trust God and in a God who provides all their needs. അവരുടെ ആവശ്യങ്ങൾ മുന്നമേ അറിയുന്നവനും അവരുടെ ആവശ്യങ്ങൾ നൽകി കൊടുക്കുവാൻ വിശ്വസ്തനുമായ ഒരു ദൈവത്തിൽ അഭേദ്യമായ ഉറപ്പും ധൈര്യവും ആശ്രയവും ഉണ്ടായിരിക്കണമെന്ന് യേശു കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. രണ്ടാമതായി നാം കാണുന്നത് 9-ാം വാക്യത്തിൽ 2 വസ്ത്രം എടുക്കരുത് എന്ന് അവരോട് പറയുന്നു. എന്തിനാണ് 2 വസ്ത്രം എടുക്കുന്നത്? നമുക്കറിയാം, തണുപ്പുള്ള രാത്രിയിൽ നമുക്ക് തങ്ങുവാൻ ഒരു ഇടം ലഭിച്ചില്ല എങ്കിൽ വഴിയരികിൽ വിശ്രമിക്കുന്ന ഒരാൾക്ക് ചൂട് ലഭിക്കുവാനായിട്ടാണ് 2 വസ്ത്രങ്ങൾ. എന്നാൽ യേശു കർത്താവ് അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവർ വീടുകളിൽ പാർക്കണം എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായി 10-ാം വാക്യത്തിൽ നാം കാണുന്നു. ആദ്യം നാം കണ്ടു, God will provide all their needs.
രണ്ടാമതായി, ഗോഡ് ഈസ് ദെയർ ഷെൽട്ടർ. അവർ പോകുമ്പോൾ അവരേത് ഭവനത്തിൽ ആയിരിക്കുന്നോ ആ ഭവനത്തിൽ പാർപ്പീൻ എന്ന് അവരോട് കൽപ്പിക്കുന്നതായി 10-ാം വാക്യത്തിൽ കാണുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ. ജീസസ് ക്രൈസ്റ്റ് വാണ്ട്സ് ദെം ടു ലീവ് ഇൻ എ കമ്മ്യൂണിറ്റി ലൈഫ്. ഒരു വീട്ടിനുള്ളിൽ താമസിക്കുവാൻ യേശു കർത്താവ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വഴിയിൽ കിടക്കുവാനല്ല, അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുവാനല്ല. 2 ഉടുപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് സുഖമായി ചുരുണ്ടുകൂടി കിടക്കാൻ സാധിക്കുമെന്ന് യേശു കർത്താവിന് വളരെ നന്നായിട്ടറിയാം. ശിഷ്യന്മാർ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അവരുടെ യാത്രയിൽ അവർക്ക് അങ്ങനെ വിശ്രമിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. എന്നാൽ യേശു കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, 2 വസ്ത്രം ധരിക്കരുത്. ദർ ഇസ് എ നീഡ് ഫോർ ദെം ടു ഫൈൻഡ് എ ഷെൽട്ടർ ആൻഡ് ദേ ഷുഡ് ട്രസ്റ്റ് ദാറ്റ് ഗോഡ് ഈസ് ദെയർ ഷെൽട്ടർ. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ യോർ ഡിസ്ട്രക്ഷൻ എന്നുള്ളതാണ്. യേശു കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല എങ്കിൽ വരുന്ന വിപത്തുകളെ കുറിച്ച് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് കാണിക്കേണ്ടതിനാണ് കാലിലെ പൊടി തട്ടിക്കളയുക എന്ന് പറയുന്നത്. യേശു കർത്താവാണ് തൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാ അധികാരവും കൊടുത്തത്. രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാനുള്ള അധികാരം, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി കൊടുക്കുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടു ഷോ ദാറ്റ് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ യോർ ഡിസ്ട്രക്ഷൻ. 12-ാം വാക്യം നാം വായിക്കുന്നു, അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. എന്താണ് മാനസാന്തരം? മനസ്സിന് വരുന്ന മാറ്റം. നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത് എന്ന് മനസ്സിലാക്കി യേശുവിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. അതിനെയാണ് മനസ്സിന് വരുന്ന മാറ്റം അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത്. ശിഷ്യന്മാർ പ്രസംഗിച്ച പ്രസംഗങ്ങൾ മാനസാന്തര പ്രസംഗങ്ങളായിരുന്നു. നിങ്ങളുടെ ജീവിതം മാറേണ്ടതാണ് എന്ന് പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 13-ാം വാക്യത്തിൽ നാം കാണുന്നു, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശിഷ്യന്മാർ വളരെ സാധാരണപ്പെട്ട ആളുകളാണ്. ദേ വെയർ ഓർഡിനറി പീപ്പിൾ. എന്നാൽ ആരാണ് ഇവർക്ക് ഈ അധികാരം കൊടുത്തത്? കർത്താവായ യേശു ക്രിസ്തു. ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്സ് പവർ that they are healing people and they are performing miracles. നമ്മുടെ ചിന്ത വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയാണ് നാം ചിന്തിച്ചത്. യേശു കർത്താവ് 12 വരെ ഈ 2 ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നതായി നാം കാണുന്നു. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുക്കുന്നതായി നാം കാണുന്നു. യേശു കർത്താവ് വളരെ വ്യക്തമായി അവരോട് ചില ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഗോഡ് ഈസ് ദ പ്രൊവൈഡർ ആൻഡ് ഗോഡ് ഈസ് യുവർ ഷെൽട്ടർ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുപോലെ ദൈവമാണ് നിങ്ങളുടെ ഷെൽട്ടർ. അതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി യേശു കർത്താവ് വളരെ വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുന്നതായി നാം കാണുന്നു. ആരെങ്കിലും നിങ്ങളെ കൈക്കൊണ്ടില്ല എങ്കിൽ അവർക്ക് സാക്ഷ്യത്തിനായിട്ട് നിങ്ങളുടെ കാലിലെ പൊടി കുടഞ്ഞു കളവീൻ എന്നും അവരോട് പറയുന്നതായിട്ട് നാം കണ്ടു. അതിൻ്റെ അർത്ഥം അവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയിൽ ഇവർക്ക് ഉത്തരവാദിത്വമില്ല. അവർ മാനസാന്തരം പ്രസംഗിച്ചു. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമാണ്, ടേണിംഗ് ടുവേർഡ്സ് ഗോഡ്. മാത്രമല്ല അവർ എണ്ണ തേച്ച് അനേകം ആളുകളെ സൗഖ്യപ്പെടുത്തി എന്നും നാം വായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, യേശു കർത്താവിൻ്റെ നല്ല മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവ് നൽകിക്കൊടുത്ത അധികാരത്തിൽ തൻ്റെ ശിഷ്യന്മാർ അനേകം ആളുകളെ സൗഖ്യപ്പെടുത്തുകയും മാനസാന്തരം പ്രസംഗിച്ചതായി ഞങ്ങൾ കണ്ടുവല്ലോ കർത്താവേ.
ദൈവമേ, ഞങ്ങൾ പ്രാപിക്കേണ്ടുന്ന ആത്മീയ ദാനങ്ങൾ നിന്നിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്റെ കൈകീഴിൽ താണിരിക്കുവാനും നീ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.